കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ നിന്നതിന് ശേഷം ഇനി രമേശേട്ടൻ്റെ വീട്ടിലുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ കാണിക്കാം അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെള്ളിയാങ്കല്ല് വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയുടെ ഭംഗി നിങ്ങളെയും കൂടെ എത്തിക്കണം എന്ന് വിചാരിച്ചു. നമ്മൾ വെള്ളിയാങ്കല്ല് തിരുവേഗപ്പുറ വഴിയാണ് നമ്മൾ രമേശേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ എളുപ്പ വഴി. അതാകുമ്പോൾ ഒരു അരമണിക്കൂറേ ഉള്ളൂ. അപ്പോൾ നല്ല മഴ ഉള്ള സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാമൊക്കെ തുറന്ന് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ആഹാ, നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ കുളിച്ച് റെഡിയായി. ഇപ്പോൾ രമേശേട്ടൻ്റെ വീട്ടിലാണ്. എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വേറൊന്നല്ല, ഞാൻ ഇപ്രാവശ്യം നാട്ടിലെത്തിയിട്ട് അധികം വീഡിയോസ് ഇട്ടിട്ടില്ല അല്ലേ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്യാമെന്നുള്ളത്. ആകെ 2 വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ലാസ്റ്റ് വീക്ക് ഫുള്ള് നമ്മൾ അമ്പലമായിരുന്നു. അപ്പോൾ അമ്പലങ്ങൾ മാത്രം എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഷോർട്സ് പോലെയാണ് എടുത്തത്. അപ്പോൾ ലാസ്റ്റ് വീക്ക് അമ്പലം കുറേ കല്യാണവും റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വീക്കും കൂടിയുള്ളൂ. അപ്പോൾ ഞാൻ അധികം അങ്ങനെ വീഡിയോസ് എടുത്തില്ല. 2-3 വീഡിയോസ് എടുത്തിട്ടുള്ളൂ. പിന്നെ നല്ല മഴയാണ്. അപ്പോൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ എടുക്കുക അതൊന്നും നടക്കില്ല. പുറത്ത് പോക്കും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്യുക. അതും കൂടെ വേണ്ടല്ലേ. ഒരു 2 വീക്സ് ലീവിന് വരുമ്പോൾ ഇത് മാത്രം ആലോചിച്ച് വീഡിയോ എന്ന് ആലോചിച്ച് സ്ട്രെസ് എടുക്കേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതാണ് കേട്ടോ വീഡിയോക്ക് ഒന്ന് കുറഞ്ഞ് വരുന്നത്. അമ്മമ്മ അവിടെ ഇരുന്നിട്ട് വായിക്കുന്നുണ്ട്. അമ്മ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. കുട്ടികളൊക്കെ അവിടെയാണ്. അപ്പുറത്തെ വീട്ടിലാണ് അവർ രാത്രി കിടക്കുക. അപ്പോൾ ഞാനിവിടെയാണ് കിടക്കണത് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടില്ല. അപ്പം ഞാൻ രാവിലെ ചായയൊക്കെ കുടിച്ച് രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്ത് കൂടെ ഇങ്ങനെ ചെരുപ്പിടാതെ നടക്കാനൊരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇവിടെ അമ്മയുടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ നോക്കി കുറച്ച് ഷോർട്സും റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് യൂട്യൂബിലേക്കും കൂടെ വേണ്ടിയിട്ട് കുറച്ച് ടൈപ്പ് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അമ്മമ്മ ഇവിടെ നാമം ചൊല്ലുന്ന കാരണം ഞാൻ അമ്മമ്മേനെ ഡിസ്റ്റർബ് ചെയ്തില്ല. ബാക്കി വേറെ ആരും നമ്മൾ വീട്ടിലില്ല. എല്ലാവരും ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഓരോ സമയത്തായിട്ട് ഇങ്ങനെ എത്തും. അപ്പോൾ ഇവിടെ ഇത് താമരയാണോ അമ്പലമാണോ? അമ്പലം തോന്നുന്നു അല്ലേ. പിന്നെ ചെടികളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പൂത്തുലങ്ങി ആ ചൂടിൻ്റെ സമ്മറാകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, ചെടികൾ നിറയുണ്ടാവും. ഇനിയിപ്പോൾ മഴ പെയ്ത് തുടങ്ങിയാൽ എല്ലാം പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് തുടങ്ങും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ ആസ്വദിച്ച് ഒരു ഗ്ലാസ് ചായ കയ്യിൽ പിടിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. ചിന്തിച്ചു പോകാനിതും ീരമിങ്ങിനെക്കുള്ളിലാകുന്നു കർമ്മദോഷത്താൽ അകപ്പെട്ട സാരത്തിന് നിർമ്മലാക്കണ ഹരിവാദ സേവയാ നിത്യം വന്മതകരികളോടൊന്നിച്ചോ നടക്ക നീ തിന്മയെന്ത് സാധിച്ചു നിന്നോടാലും അപ്പോൾ അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ ചക്കയൊക്കെ ഇങ്ങനെ ഉണ്ടാവണേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് അപ്പോഴേക്കും മഴയൊക്കെ പെയ്തു. അപ്പോൾ ചക്കയൊന്നും അധികം കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ നന്നായിട്ട് ചക്കയും മാങ്ങയൊക്കെ കിട്ടിയ കാരണം വലിയ കുഴപ്പമില്ല. അപ്പം ഞാനിങ്ങനെ നടക്കുകയാണ്. മുറ്റത്ത് കൂടെ ആരും വന്നിട്ടില്ല. കുട്ടികളപ്പുറത്താണ്, അമ്മ അമ്പലത്തിലാണ്. അമ്മമ്മ അവിടെ ഇരുന്ന് വായിക്കുന്നു. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുന്നു. രമേശേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. മറ്റേ ഞങ്ങൾ 2 പേരും കൂടെ ഇങ്ങനെ കുറേ വീഡിയോ ഫോട്ടോയും കുറേ നേരം ഉമ്മർത്തിരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറയും. ചായയൊക്കെ കുടിച്ച് പേപ്പറൊക്കെ വായിച്ച് ഇങ്ങനെ വെറുതെ വർത്താനം പറയാൻ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ ആണ് ഉണ്ടാവാറ്. ഇനി അധിക ദിവസമല്ലല്ലോ, 2-3 ഡേയ്സും കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ മഴയും എന്തായാലും എനിക്ക് വേണ്ടി മഴ പെയ്ത പോലെ ആയി. ചൂടൊന്നും അനുഭവിക്കാതെ നല്ല അടിപൊളി മഴയും നല്ല രസം. ശരിക്കും നാട്ടിലെ വൈബ് മൊത്തം ആസ്വദിച്ചു. അത് നിങ്ങളിലേക്കും എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഷോർട്സിലൂടെ കുറേയൊക്കെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലാതെ ഫുൾ വീഡിയോ അധികം ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ചട്നി, സമ്മന്തി, ഇതൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ അമ്പലത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ദോശ എല്ലാവരും വന്ന് ചൂടോടെ കഴിക്കാമല്ലോ. അപ്പോൾ ആരും എത്തിയിട്ടില്ല. അപ്പം എനിക്കുള്ള ദോശ ഉണ്ടാക്കട്ടെ.
അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ പെയ്യണു മഴ. അപ്പോൾ ഞാൻ ഓടി വന്ന് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് എല്ലാ റീൽസ് ആൻഡ് ഷോർട്സ് മോഡലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലാതെ നോർമൽ ടൈപ്പ് എടുക്കാൻ മറന്നു. എന്നാലും നിങ്ങൾക്ക് വീഡിയോ ആസ്വദിക്കാൻ പറ്റും. എല്ലാം ഞാൻ ഷോർട്സ് വഴി ഇടുന്നതായിരിക്കും കേട്ടോ. ഈ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മടിയാവൂലേ, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തോന്നില്ല, മൂടി പതിച്ചിങ്ങനെ ഇരിക്കാൻ തോന്നും. അപ്പോൾ പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യാണ് കേട്ടോ. ഞാനും അമ്മമ്മ ഇവിടെ ഇരിക്കുകയാണ്. കുട്ടികൾ എപ്പോഴാണ് ഉറങ്ങി നീച്ച് വരികയെന്ന് അറിയില്ല, ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വരാൻ ചാൻസ്. ഞാനിവിടെ ഇരുന്നിട്ട് എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു കുറച്ച് ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് എന്നാൽ അത് കാണിക്കാം എന്നുള്ളത്. അപ്പോൾ ഇത് ആമസോണിൽ നിന്നുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഫസ്റ്റ് വൺ റെഡ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. മഴക്കാലത്തൊക്കെ ഇടാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണങ്ങും. അത്യാവശ്യം ഒരു ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റും. ഇതൊരു പിറന്നാളിനോ അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഒരു ഗോൾഡൻ ത്രെഡ്, സിമ്പിൾ, വേറെ ഒന്നുമില്ല. ഈ ഒരു എംബ്രോയിഡറി വർക്ക് മാത്രമേ ഈ ഒരു ത്രെഡ് വർക്ക്. ഇത് ഗീതു ഗുരുവായൂർക്ക് പോണ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതും പിന്നെ എൻ്റെ കൂടെ ഒരു പിങ്ക് ഡ്രസ്സ് കൂടെ ആയിരുന്നു. അപ്പോൾ രണ്ടും ഞങ്ങൾ അങ്ങനെ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. കൂടെ തന്നെ ഞാനൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിങ്ക്. അതും സോച്ചിൻ്റെയാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി മഴയിലൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്ന അങ്ങനത്തെ ഒരു തുണിയാണ്. ഫംഗ്ഷൻ, ബർത്ത്ഡേ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഡ്രസ്സാണ്. നല്ല, അതൊരു സിൽവർ വർക്ക്. ഇതൊരു ഗോൾഡൻ ആണ് റെഡിൽ എന്നുണ്ടെങ്കിൽ, അതൊരു പിങ്കിലൊരു സിൽവർ വർക്കായിട്ട്. അപ്പം ഇതും ഒരു ന്യൂ വൺ. ഇതും എനിക്കിതിൻ്റെ കളർ കൊണ്ട്, ഇതൊരു കോട്ടൺ ഡ്രസ്സാണ്. ഇത് ബിബയുടെ ആണ് കേട്ടോ. ഇതിൻ്റെ കളർ നല്ല രസമില്ല. അങ്ങനെ കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് ആവാമെന്ന് വിചാരിച്ചു. ഈ ഒരു കളറൊക്കെ പോലെ തന്നെ ഒരു നല്ലൊരു ബ്ലൂ കേട്ടോ. ഈ ബ്ലൂ ഇത് ഞാനൊരു പ്രാവശ്യം ഇട്ടു, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂവിൽ ഇതിൻ്റെ ഒരു ബോട്ട് നെക്ക് പോലെയാണ് ഇതിൻ്റെ കഴുത്ത് വരുന്നത്. അവിടെ ഒരു ചെറിയൊരു പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ, ഒരു സിൽവർ പൈപ്പിംഗ്. അത്രേ ഉള്ളൂ. നല്ല വർക്കാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ് കണ്ടോ. ഇതൊരു ഉടുപ്പാണ് കണ്ടോ, നല്ലൊരു ഫ്ലോറൽ ഉടുപ്പ്, ഒരു സ്പ്രിംഗ് വൈബൊക്കെ തരുന്ന ഒരു ഉടുപ്പാണ്. പെട്ടെന്ന് ഉണങ്ങും ചെയ്യും. ഇപ്പം മഴയാണെങ്കിലും വലിയ ടെൻഷനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്ന ഒരു ഉടുപ്പാണ്. ഫ്രണ്ടിൽ സ്ലിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു സ്ലിറ്റ്. കോളേജിലേക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു കിടിലൻ നീ ലെങ്ത് ഡ്രസ്സ് എന്നൊക്കെ വേണമെങ്കിലും. നീ ലെങ്ത് അല്ല, ഒരു ഫുള്ള് ഓൾമോസ്റ്റ് നീന് താഴെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു കോട്ടൺ ചുരിദാറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പാൻറ്റും അതേപോലെ പാൻറ്റും ടോപ്പും ഉള്ള ഒരു അടിപൊളി ചുരിദാർ. ഒരു കാഷ്വൽ വെയർ ആയിട്ട് നിങ്ങൾക്ക് സ്കൂളിലേക്കോ ഓഫീസിലേക്കൊക്കെ പോകുന്നവർക്ക്, കോളേജിലേക്കൊക്കെ പോകുന്നവർക്ക് നല്ല എലഗൻറ്റ് ലുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കോട്ടൺ ഡ്രസ്സുകൾ. ഞാൻ എപ്പോഴും ഒരു കോട്ടൺ ഡ്രസ്സിൻ്റെ ഫാൻ ആയതുകൊണ്ട് എൻ്റെ കണ്ണറിയാതെ ഇതിലേക്ക് പോകും. ഒന്നുമില്ല, സിമ്പിൾ വർക്ക് കണ്ടോ. ഈ ഒരു നെക്ക് പീസിൽ മാത്രം ഈ ഒരു വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് സ്ലീവ്സിൻ്റെ അവിടെയും ഈ ഒരു വർക്ക് ഉണ്ട്. ഇത് ഒരു ഉടുപ്പ്. ഇതും കോട്ടൺ ആണ് കേട്ടോ ആക്ച്വലി. ഇത് കളർ എന്ന് പറയാം മെഹന്തി കളറോ ചെറുപയർ പച്ചയോ എന്തോ ഒരു അല്ലേ, അങ്ങനെ എന്തോ അല്ലേ ഇതിൻ്റെ കളറിൻ്റെ പേര്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉടുപ്പാണ്. ഇതിൻ്റെ കണ്ടോ കഴുത്തിനാണ് ഭംഗി. ഇവിടെ ലേസ് ഉണ്ട്, നമുക്ക് കെട്ടാൻ പറ്റും കേട്ടോ. കഴുത്ത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. നെക്ക് പാറ്റേൺ ഭയങ്കര ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ്. കളറും ബ്യൂട്ടിഫുൾ ആണ്. ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെയിലും കാര്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് കാർട്ടിലിട്ട് വെച്ചോളൂ. ഇഷ്ടപ്പെട്ട സാധനം സെയിൽ വരുമ്പോൾ അപ്പോൾ തന്നെ ഓർഡർ ചെയ്യാൻ നല്ല വില കുറവിൽ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ എഡിറ്റിങ്ങിലേക്ക് കടക്കട്ടെ. വേഗം കുറച്ച് എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസങ്ങളും കടന്നു പോകാൻ ഒരു പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് 2 വീക്സ് പെട്ടെന്ന് പറയുമ്പോഴേക്കും കഴിഞ്ഞു. പ്രത്യേകിച്ചും ചൂടും കൂടല്ല. ചൂടാകുമ്പോൾ നമുക്ക് അയ്യോ ചൂടെന്നെങ്കിലും പറയും. ഇത് ഞാൻ വന്നതിന് ശേഷം എന്താ പറയുക, നല്ല അടിപൊളി മഴയല്ലേ, ഇങ്ങനെ സുഖിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോ ദിവസത്തെ സെപ്പറേറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ പറ്റുന്ന പോലെ കാണിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ പാറുവിൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി സദ്യയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് സദ്യ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരെയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇന്നും അച്ഛനായാലും ഒക്കെ ബിസിയാണ്. ഡെയിലി രാവിലെ പോയി കഴിഞ്ഞാൽ ഈവനിങ്ങിൽ ഓരോ കാര്യത്തിനൊക്കെ ആയിട്ട് പോയിട്ട് വരുള്ളൂ. അപ്പോൾ അച്ഛനൊക്കെ സത്യം പറഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ഇനി ബോംബെയിൽ വന്നിട്ട് ഞാൻ എല്ലാവരെയും സെപ്പറേറ്റ് കാണിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു ഒരു വീഡിയോയിൽ പോലും കിട്ടുന്നില്ലല്ലോ. നാട്ടിലെല്ലാവരും ഭയങ്കര ബിസിയാണ്. പക്ഷേ എല്ലാവരും മുംബൈയിൽ വന്നാൽ അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെയാണ് എനിക്കും നാട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അവിടെ ഇങ്ങനെ സുഖിച്ചിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ചെറിയമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2 ഡേയ്സും കൂടെ കഴിഞ്ഞ് പോകുമല്ലോ. അപ്പോൾ എല്ലാവരും കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും നമുക്ക് കാണാനൊക്കെ പറ്റി. ചെറിയമ്മനെ പിന്നെ നമ്മൾ ഓൾറെഡി ബാംഗ്ലൂരിൽ നിന്ന് കണ്ടതാണല്ലോ അല്ലേ. നമ്മൾ നാട്ടിലെത്തി. നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും ചെറിയമ്മയും നാട്ടിലെത്തി. അപ്പോൾ അതൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ. മാക്സിമം എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് കളിച്ച് വർത്തമാനം, അമ്മമ്മയുടെ കൂടെ കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കുക, അതൊക്കെയായിരുന്നു.
രമേശേട്ടനെ നന്നായിട്ട് മിസ് ചെയ്തു. രമേശേട്ടനും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ മഴക്കാലം രമേശേട്ടൻ നാട്ടിലേക്ക് പോയ സമയം എന്ന് പറഞ്ഞാൽ ചൂട് എരിപൊരി എടുത്ത് ചൂടും വെള്ളമൊന്നും ഇല്ലാത്തൊരു സമയത്താണ് രമേശേട്ടൻ നാട്ടിൽ പോയത്. ഇപ്പം ഞാൻ മഴയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ രമേശേട്ടൻ അവിടെ ഇരുന്ന് ഫോൺ ചെയ്തു, അയ്യോ എനിക്ക് ഈ സമയത്ത് വന്നാൽ മതിയിരുന്നു, വെറുതെ ആ ചൂട് കൊള്ളാൻ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രമേശേട്ടൻ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ രാവിലെ 6 മണിയാകുമ്പോഴേക്കും എത്ര മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും നേരത്തെ എണീറ്റ് എല്ലാവരും കുത്തിപ്പൊക്കി നമുക്ക് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് പോകും. അപ്പോൾ നമുക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിപ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മാക്സിമം കിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ആക്ച്വലി ഇതാണ് കേട്ടോ ഇഷ്ടം. നല്ല രസമല്ലേ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചും ഭക്ഷണമൊക്കെ കഴിച്ചും ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. നിങ്ങൾക്കും കുറേ പേർക്ക് വീടും ഇതൊക്കെ കാണാൻ തന്നെയാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. അപ്പോൾ നല്ല ചക്ക നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചക്ക എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോഴാണ് അതേ ഒരു മയിൽ പോണു. അത് കഴിഞ്ഞ് കുറേ കളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോ സെഷൻസ് കുട്ടികളുടെ, അതിപ്പോൾ 2 വീട്ടിലും കസിൻസ് എല്ലാവരും കൂടിയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലും എല്ലാതും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ വെക്കേഷൻ ഏകദേശമൊക്കെ തീർന്നു തുടങ്ങി. നമുക്ക് തിരിച്ച് മുംബൈയിലേക്ക് പോകാനുള്ള ദിവസം അടുത്ത് തുടങ്ങിയെന്നല്ല, നാളെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നാടും വീടൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബൈ.